ഇന്റർനെറ്റ് ഉണ്ടാവുന്നതിനും കാലങ്ങൾക്ക് മുന്നേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലത്ത് റോബോട്ട്സിനെ പറ്റി, റോബോട്ടിക്സിനെ പറ്റി, അവരുടെ നിയമങ്ങളെ പറ്റി, മനുഷ്യരെ അവരെ കീഴടക്കുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് കഥകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തു വരുന്ന ഫൗണ്ടേഷൻ TV സീരീസിന്റെ ആ ഒരു കഥ എഴുതിയ ഐസക് അസിമോവ് റോബോട്ടുകളെ പറ്റിയും റോബോട്ടിക്സ് നിയമങ്ങളെ പറ്റിയും റോബോട്ടിക് വാർസിനെ പറ്റിയും ഒക്കെ എഴുതിയത് ആ കാലത്താണെന്ന് ഓർക്കണം. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ടെക്നോളജി കാരണം ഉണ്ടാവുന്ന വേസ്റ്റ് ഔട്ട്കമിനെ പറ്റിയുള്ള കഥകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയാണിത്, ഒരു കോമഡി മൂവി. ഇലക്ട്രോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അഥവാ EHS ലോകമെമ്പാടും 3 മുതൽ 10% വരെ ആളുകൾക്കുണ്ട് എന്ന് കരുതപ്പെടുന്ന അൺപ്രൂവൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ, വൈഫൈ, സ്മാർട്ട് ഫോൺ, ബ്ലൂടൂത്ത്, ഓവൻ ഇവയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ കാരണം ഹെഡ് ഏക്സ്, ഫാറ്റിക്, ഡിസീനസ്, സ്കിൻ റാഷസ് ഒക്കെ ഉണ്ടാവുന്നു ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇതൊന്നും മെഡിക്കലി പ്രൂവൺ അല്ല, ഇത്തരത്തിൽ അലർജി ഒന്നുമില്ല. ഇതിന് കാരണം മറ്റു പലതുമാകാമെന്നാണ് കരുതപ്പെടുന്നത്. സ്റ്റിൽ ലോക ജനസംഖ്യയുടെ 3 മുതൽ 10% വരെ എന്ന് കരുതപ്പെടുമ്പോൾ അതൊരു ചെറിയ നമ്പർ അല്ല. നമ്മൾ ഇതുവരെ പല സൈഫൈ കഥകളിലും കണ്ടിട്ടുള്ള പോലെ EMF ഉപയോഗിച്ച് മനുഷ്യനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു പക്ഷേ റിയൽ ആയെങ്കിലോ, റോബോട്ടുകളെ ഉണ്ടാക്കിയ നമ്മൾ തന്നെ റോബോട്ടുകൾക്ക് മുന്നിൽ റോബോട്ടുകളായി നിൽക്കേണ്ടി വന്നാലോ? കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത റാങ്കോ എന്ന മൂവിയുടെ ഡയറക്ടർ ഗോർ വെർബിൻസ്കിയുടെ 2026 പുറത്തിറങ്ങിയ സിനിമയാണ് ഗുഡ് ലക്ക്, ഹാവ് ഫൺ, ഡോണ്ട് ഡൈ. വിശദമായിട്ട് കഥ കേട്ട് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ലോസ് ആഞ്ചലസിലെ നോംസ് റെസ്റ്റോറൻറ്റ്. സമയം രാത്രി 10:10 ആവുന്നു. ഏതാണ്ടൊരു 40ഓളം ആളുകൾ ഇവിടെയുണ്ട്. ഓരോരുത്തരും ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ച് അവരവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വളരെ വിചിത്രമായ ഡ്രസ്സ് ധരിച്ച ഒരു പുള്ളിക്കാരൻ ഇങ്ങോട്ട് കയറി വന്നു. എവിടെ നിന്നൊക്കെയോ കിട്ടിയ ആക്രി സാധനങ്ങൾ എടുത്ത് ശരീരത്തിൽ ചുറ്റിവെച്ച പോലെയുണ്ട്. ആദ്യം തന്നെ ഒന്ന് അലറി എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച് ഇതൊരു മോഷണമൊന്നുമല്ല, ഈ ഞാനുണ്ടല്ലോ അങ്ങ് അപ്പുറത്തുനിന്ന് വരുക, ഫ്യൂച്ചറിൽ നിന്ന്, ദ മാൻ ഫ്രം ദ ഫ്യൂച്ചർ എന്ന് കേട്ടിട്ടില്ലേ, അത് ഞാനാണ്. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയൊക്കെ കാരണം എല്ലാം തകർന്നു, എല്ലാം നശിച്ചു. ഏതോ ഒരുത്തം ഇങ്ങനെ പോയിന്റ്ലെസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കുവോ? സ്വാഭാവികമായിട്ടും ഇവനൊരു വട്ടനാണ്, കിളിപോയ കേസാണെന്ന് കരുതി അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. ഇവൻ നിർത്തിയില്ല. അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവരിൽ പലരുടെയും ഫോൺ തട്ടിപ്പറിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിഞ്ഞു കളഞ്ഞ്, നിനക്കൊന്നും എന്താ മനസ്സിലാവാത്തേ, സോഷ്യൽ മീഡിയ നിന്നെയൊക്കെ നശിപ്പിച്ചു, ലോകത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, കൊച്ചു പിള്ളേരാക്കി കളഞ്ഞു നിന്നെയൊക്കെ. സെൽഫിഷ് എന്ന് പണ്ടൊരു മഹാൻ പറഞ്ഞ പോലെ സെൽഫി കൾച്ചറിനെ ഫാസിസം എന്നൊക്കെ പറഞ്ഞ ആകെ മൊത്തത്തിൽ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആക്കി. ഇതെല്ലാം കാരണം കുറച്ചുപേർ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അവരെയൊക്കെ തടഞ്ഞു. മറ്റു ചിലർ ഇവനെ നേരിടാനായിട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ ഹീറോ ബോയ്സ് വന്നില്ലേ, ഇതെന്താണെന്നറിയോ, ബോംബാണ്, ഒരൊറ്റ ക്ലിക്ക്, ഒറ്റ ഒരുത്തനും ജീവനോടെ പോകത്തില്ല, പറയുന്നത് അനുസരിച്ച് അവിടെ ഇരുന്നോണം. ഇവൻ വെറും ഒരു ഭ്രാന്തനല്ല, സംഭവം ഇത്തിരി സീരിയസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്മാർട്ട് ഫോൺസ്, സോഷ്യൽ മീഡിയ, ഇവയിൽ അഡിക്റ്റ് ആയ ജനങ്ങൾ, അങ്ങനെ മാറി തുടങ്ങിയ ലോകക്രമങ്ങൾ, ടെക്നോളജി ഭരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും ഹ്യൂമാനിറ്റിയുടെ കൺട്രോൾ ടെക്നോളജി ഏറ്റെടുത്ത ഒരു ലോകം, മനുഷ്യരെല്ലാം മനുഷ്യരല്ലാതായി പോയ ഒരു AI കൺട്രോളിലായി പോയ ലോകത്തു നിന്നാണ് താൻ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയ ഓവർ യൂസിനെ പറ്റിയും അതിൽ അഡിക്റ്റ് ആയിപ്പോയ ജനറേഷനെ പറ്റിയും അത് കാരണമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയും കോമൺലി നമ്മൾ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ടു ദി എൻഡ് ഇതെല്ലാം ലീഡ് ചെയ്തത് ടെക്നോളജിയുടെ കയ്യിൽ കൺട്രോൾ കിട്ടുന്ന അവസ്ഥയിലേക്കായിരുന്നു. ഒരു AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് അത് എത്തിപ്പെട്ടു. അതിനെ തടഞ്ഞു നിർത്താനാണ് താൻ ഇങ്ങോട്ട് ടൈം ട്രാവൽ ചെയ്ത് വന്നത് എന്ന്. ഫ്യൂച്ചർ ലോകത്ത് നിന്ന് AIയോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് വെള്ളത്തിൽ കല്ലെറിയുന്ന പോലെയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ആ AI ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു ടൈമിൽ വന്ന് അതിനെ പൂർണ്ണമായും തടഞ്ഞു നിർത്തണം, നിയമങ്ങൾ പാലിക്കുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ഇതാവുമ്പോൾ ഫ്യൂച്ചർ ലോകം നശിക്കത്തില്ല, മുഴുവനായും അതിന്റെ കൺട്രോളിലാകത്തില്ല എന്നൊക്കെ പറയാണ്. ഇവനിതെന്തോ സൈഫൈ മൂവിയുടെ കഥ പറയാണെന്നുള്ള മട്ടിൽ ഒരാൾ കളിയാക്കി ചിരിച്ചതും നമ്മുടെ ഹീറോ അയാൾക്ക് നേരെ കത്തി പോയിന്റ് ചെയ്ത്, ഇതൊരു തമാശയല്ലടോ, ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങേണ്ടത്, ഈ നോംസിൽ നിന്ന് നമ്മൾ അതിനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങണം, അതിന് നിങ്ങളിൽ കുറച്ചാളുകളുടെ സഹായം എനിക്ക് വേണം, നിങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇവനീ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം, എന്തായാലും ഇവൻ ടൈം ട്രാവൽ ചെയ്ത് വന്നു, എന്നാൽ പിന്നെ കുറച്ചുകൂടെ പുറകിലേക്ക് പോയി ആ AI ക്രിയേറ്റ് ചെയ്യപ്പെടാതെ നോക്കിയാൽ പോരെ? അങ്ങനെ പറ്റില്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഇവൻ ഏത് ടൈം ലൈനിലേക്ക് ട്രാവൽ ചെയ്താലും AIയും ഇവനെ ഫോളോ ചെയ്ത് അതേ ടൈം ലൈനിലേക്ക്, അതേ യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ഫ്യൂച്ചർമാൻ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിലെ പോലെ ഇവിടെ AI അത്ര പവർഫുൾ അല്ല. അത് മാത്രമാണ് ഇവർക്ക് അനുകൂലമായ ഒരു സംഗതി. ഇവിടെ വെച്ച് AI അത്രയും പവർഫുൾ അല്ലാത്ത ഈ കാലത്ത് വെച്ച് അതിനെ കൺട്രോളിലാക്കാനോ അതിനെ നശിപ്പിക്കാനോ സാധിക്കണം. ഇതിനോടകം തന്നെ ഏതാണ്ട് 116 തവണ ഇദ്ദേഹം AIയെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പല പല റിയാലിറ്റികളിലേക്ക് ട്രാവൽ ചെയ്ത് 116 തവണ ശ്രമിച്ചിട്ടും ഫ്യൂച്ചർമാന് പരാജയമായിരുന്നു ഫലം. ഈ റെസ്റ്റോറൻറ്റിലുള്ള 40ഓളം ആളുകളിൽ നിന്ന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് AIയോട് ഫൈറ്റ് ചെയ്യാൻ കൊണ്ടുപോകും. എന്നാൽ കഴിഞ്ഞ 116 തവണയും ഇവൻ സെലക്ട് ചെയ്ത ടീമിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രശ്നം കാരണം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്ന് ഇവരുടെ പ്ലാൻ വിജയിക്കാതെ പോകും. ഇവിടെയുള്ള 40 ആളുകളിൽ നിന്ന് ഇവന് വേണ്ട കറക്റ്റ് സെറ്റ് ഓഫ് ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. ഏതാണ്ട് 18 മില്യണോളം കോമ്പിനേഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് വേണ്ട ആളുകളെ കറക്റ്റ് പിക്ക് ചെയ്തുകൊണ്ട് പോയി ഫൈറ്റ് ചെയ്താൽ ഏതെങ്കിലും ഒരു റിയാലിറ്റിയിലെങ്കിലും AIയെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 116 തവണയും ഇതേ ദൗത്യത്തിന് ഇതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറപ്പെട്ടതുകൊണ്ട്
ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അവരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മറ്റുള്ള റിയാലിറ്റികളിൽ എയെ തടഞ്ഞു നിർത്താൻ പോയതും ആ ദൗത്യത്തിൽ സംഭവിച്ച കാര്യങ്ങളും ഇവരിൽ പലരും മരണപ്പെട്ടതും ഉൾപ്പെടെ പല പല കാര്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. പലരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ ഇയാൾ വെറും ഒരു ഭ്രാന്തനാണെന്ന് ചിന്തിച്ചവരൊക്കെ മാറി ചിന്തിച്ചു. ഇയാൾ പറയുന്നതിലും കാര്യമുണ്ട്. ഇവരൊക്കെ കണ്ടിട്ടുള്ള സൈഫൈ മൂവീസിലെ പോലെ ബോഡി ലാംഗ്വേജും ഡ്രസ്സിങ്ങും ഒന്നും അല്ലെങ്കിലും ഇവൻ ശരിക്കും ടൈം ട്രാവലറാണെന്ന് പലരും വിശ്വസിച്ചു. ഫ്യൂച്ചർമാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കൂട്ടത്തിൽ ഒരാൾ കൈ ഉയർത്തും. വേണ്ട വേണ്ട വേണ്ട, നീ കൈ പൊക്കരുത്. 29 തവണയാണ് നീ കൈ പൊക്കി എൻ്റെ കൂടെ വന്നത്. ആ 29 തവണയും നീ കാരണം പ്ലാൻ കുളവായി. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നിന്നെ മാത്രമല്ല താണ്ടി അപ്പൂപ്പനെയും. ഇവിടുന്ന് പുറത്തിറങ്ങി 16 മിനിറ്റിൽ ഈ മനുഷ്യൻ തട്ടിപ്പോവും. എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും ചെന്ന് കയറി ചാവും. ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്ന ആളായിട്ട് നിങ്ങൾ എങ്ങനെ മനുഷ്യ ഈ പ്രായം വരെ വളർന്നെത്തിയത്? പിന്നെന്തേ ഈ പുള്ളിക്കാരി ഈ കണ്ണാടി വെച്ചിരിക്കുന്ന ഇവളെ കണ്ടില്ലേ? ഇവളെന്റെ എല്ലാമാണ്. ഈ പ്ലാനിൽ എന്റെ കൂടെ ചങ്കും ചങ്കുമായിട്ട് നിന്നവൾ. ഞങ്ങൾ തമ്മിലുള്ള സെക്സ് പോലും തീപ്പൊരിയായിരുന്നു. പക്ഷെ എല്ലാ തവണയും ഈ നാശം പിടിച്ചവൾ എന്നെ ചതിക്കും. അതുകൊണ്ട് ഇത്തവണ നീയും എന്റെ ടീമിലില്ല എന്ന് പറഞ്ഞ് ഉമ്മയും കൊടുത്ത് അവളെയും ഒഴിവാക്കി. ഓരോ തവണയും പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടത് റിയൽ ആയിട്ടുള്ള ലോകമാണ്, എയുടെ കൺട്രോളിലല്ലാത്ത മനുഷ്യരുള്ള ലോകം. നിങ്ങൾ പലരും കാണിച്ചിട്ടുള്ള മണ്ടത്തരം കാരണം എനിക്ക് 116 തവണയും അത് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്ന് കരുതി ഇവിടം കൊണ്ട് ഞാൻ നിൽക്കത്തില്ല. ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു കറക്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കുന്നത് വരെ തുടർച്ചയായി ട്രാവൽ ചെയ്ത് എങ്ങനെയും ആ എയെ തടഞ്ഞു നിർത്തും. അതിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത, അതിന് മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ലോകം ഞാൻ സൃഷ്ടിക്കും. സോ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഈ ദൗത്യത്തിൽ എനിക്ക് പോരാളികളെ വേണം. എന്റെ കൂടെ ആരാ വരുന്നേ? അത്യാവശ്യം ആള് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. ബട്ട് ഒരൊറ്റ മനുഷ്യൻ അനങ്ങിയില്ല. അപ്പോഴേക്കും റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരി പോലീസിനെ കോൺടാക്ട് ചെയ്തിരുന്നു. അവരിവിടം ചുറ്റി വളയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് വേണ്ട ആളുകളെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഫ്യൂച്ചർമാനായിട്ട് പലരെയും ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ആരും ഇയാളുടെ കൂടെ ചെല്ലാൻ തയ്യാറാവുന്നില്ല. പലരും പേടിച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇയാളായിട്ട് തന്നെ ആളെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സൂസൻ എന്ന പുള്ളിക്കാരി ബില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വന്നു. പോലീസും റെസ്റ്റോറന്റ് ചുറ്റി വളഞ്ഞു. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം തന്നെ മറ്റാളുകളെ ചൂസ് ചെയ്യുന്നു. സ്കോട്ട് എന്നൊരു പുള്ളിക്കാരനെ ചൂസ് ചെയ്തു. ഒട്ടും താല്പര്യമില്ല, പേടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭീഷണിപ്പെടുത്തി കൂടെ കൂട്ടിയെന്നേ. മാർക്ക് ജാനറ്റ് എന്ന കപ്പിളിനെ കൂടെ കൂട്ടി. രണ്ടാളും ടീച്ചർമാരാണ്. ഇവർക്കൊന്നും താല്പര്യമില്ലെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ. ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയല്ലേ ഇവരെയൊക്കെ കൂടെ കൂട്ടുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കാണുന്ന ബോബ് എന്നൊരു വ്യക്തി അവരെ ഒന്നും ഹേർട്ട് ചെയ്യരുത്, ഞാൻ നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ചാടി എണീക്കുന്നുണ്ട്. ഇദ്ദേഹം ബോയ് സ്കൗട്ട് ടീമിന്റെ ലീഡറാണ്. ഇനിയും ആളുകൾ വേണം. ആരെ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും മറ്റേ പുള്ളിക്കാരൻ കൈവെക്കും. ഡേ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു കൈ താത്തു വെച്ചോണം. 29 തവണ എന്നെ വലിപ്പിച്ചിട്ട് പിന്നെ നീ കൈ വെക്കുന്നു. അപ്പോൾ ഈ ഇൻഗ്രിഡ് എന്നൊരു പുള്ളിക്കാരി സ്വയമേ അവളും ഇവരുടെ കൂടെ ചെല്ലാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ അവൾ ധരിച്ചിരുന്ന ഒരു പ്രിൻസസ് ഡ്രസ്സാണ്. ആ ഒരു ഡ്രസ്സിങ്ങും രീതികളും ഒന്നും ഫ്യൂച്ചർമാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വേണ്ട നീ വരണ്ട, ഈ ഒരു ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് ഇത് സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല, നീ അവിടെ അടങ്ങിയിരുന്നോ. ബാക്കിയുള്ള ആളുകളെ ഒന്ന് കണ്ണോടിച്ച് നോക്കി. അക്കൂട്ടത്തിൽ മാരി എന്ന അത്യാവശ്യം വണ്ണമുള്ള ഒരു സ്ത്രീയെ ഇദ്ദേഹം ചൂസ് ചെയ്തു. നീയും കൂടെ നിന്നോ. അങ്ങനെ 6 പേര് ഓക്കെ ആയി എന്നൊക്കെ പറയുന്ന അതേ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി ടേബിളിൽ നിന്ന് താഴെ വീണ് അതിങ്ങനെ കറങ്ങി അത് നേരെ ഇൻഗ്രിഡിനെ പോയിന്റ് ചെയ്യും. ഇതിനിപ്പോൾ വല്ല നിമിത്തമോ സൂചനയോ ആയിരിക്കുമെന്ന് കരുതി ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഇൻഗ്രിഡിനെയും കൂടെ കൂട്ടാൻ ഫ്യൂച്ചർമാൻ തയ്യാറായി. അപ്പോഴേക്കും പോലീസ് റെസ്റ്റോറന്റ് ചുറ്റി വളഞ്ഞു. ഹെലികോപ്റ്ററൊക്കെ വന്നിട്ടുണ്ടേ. നിങ്ങളൊന്നും കണ്ട് പേടിക്കണ്ട. ഇന്നത്തെ രാത്രി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഈ ഒരു ടീമിനെ തന്നെയാണോ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പക്ഷേ നമുക്കെല്ലാം ലോകത്തെ രക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. അതൊരു പോസിബിലിറ്റി മാത്രമാണല്ലോ. ഒരു പക്ഷേ ഇതാണ് കറക്റ്റ് ടീമെങ്കിലോ ലോകത്തെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയാലോ. നിനക്ക് അഭിമാനം തോന്നുന്നുണ്ടല്ലേ മാർക്ക്? നീ തന്നെ ആദ്യം മരിക്കാതിരിക്കാൻ നോക്കിക്കോ. കമോൺ, എല്ലാവരും എന്നെ ഫോളോ ചെയ്യും. പോലീസിൽ നിന്ന് ഏതെങ്കിലും വഴി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കട്ടെ. കട്ട്. ഇതൊക്കെ സംഭവിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാർക്കും ജാനറ്റും ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. മാർക്ക് ഇന്നു മുതലാണ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു സ്കൂളിൽ ടീച്ചേഴ്സിന് ക്ഷാമം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ടീച്ചേഴ്സിനെ ആവശ്യം വരാറുണ്ട്. സോ കുറേ ആളുകൾക്ക് ഇടയ്ക്കിടെ ഇവിടെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇദ്ദേഹത്തിന്റെ ഭാര്യ ജാനറ്റ് കുറേ ആയിട്ട് ഇവിടെ ടീച്ചറാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും ഒരു ഒഴിവ് വന്നു. ടെമ്പററി ആയിട്ടാണെങ്കിലും നമ്മുടെ മാർക്കിന് അവസരം കിട്ടി. ജോലി കിട്ടിയ സന്തോഷത്തെക്കാൾ ഉപരി പുള്ളിക്കാരന് ഇപ്പോൾ ടെൻഷനാണ്. എങ്ങനെ ഡീൽ ചെയ്യും? പിള്ളേരൊക്കെ പറഞ്ഞാൽ കേൾക്കോ എന്തോ. ആള് പേടിച്ച പോലൊക്കെ തന്നെയാണ് ക്ലാസ്സിലെ കാര്യങ്ങളും. പിള്ളേർക്ക് ഒട്ടും അച്ചടക്കമില്ല. ക്ലാസ്സിൽ എപ്പോഴും ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പഠിക്കാനുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞാൽ തർക്കുത്തരം പറയും. ഫോൺ മാറ്റിവെക്കാൻ പറഞ്ഞാൽ ദേഷ്യപ്പെടും. ഒട്ടും നല്ലതല്ലാത്ത ആറ്റിറ്റ്യൂഡുള്ള പിള്ളേർ. മര്യാദയ്ക്ക് സംസാരിക്കുന്നില്ലെന്നുള്ളത് മാത്രമല്ല, ഇടയ്ക്ക് പരസ്യം പറഞ്ഞു കളയുന്നേ. ഒരു കാര്യവും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ കാര്യങ്ങൾ ഇടയ്ക്ക് കുത്തിക്കയറ്റി ആ ബ്രാൻഡിനെ പറ്റി ഇങ്ങനെ തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഇവർക്കിതിന് ദിവസക്കൂലിയാ മാസക്കൂലിയാന്നറിയില്ല. ജോർജ് കുട്ടിയുടെ മോളെ പോലെ ആടി സെയിൽ തൊടുപുഴയും എത്തി എന്നുള്ള സെറ്റപ്പാണ് മൊത്തം. ഇതേപ്പറ്റി അധ്യാപകരും സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ മാർക്ക് ചോദിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു അധ്യാപകൻ ഒരു തോക്കെടുത്ത് കാണിക്കും.
ഇത് കാണുമ്പോൾ മറ്റേ ആനിമേഷൻ പടത്തിനകത്ത് വരുന്ന കളിപ്പാട്ടം തോക്ക് പോലാണെങ്കിലും പിള്ളേരുടെ ഫോൺ കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നിന്നൊരു സിഗ്നൽ പോയി അവരുടെ ഫോണുമായിട്ടുള്ള കണക്ഷൻ ബ്ലോക്ക് ചെയ്യും. നിങ്ങളെല്ലാവരും ഒരെണ്ണം കയ്യിൽ വെച്ചോ, ആവശ്യം വരും. ഇതിനിടെ സ്കൂളിൽ അലേർട്ട് ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ ഷൂട്ടിംഗ് ഉണ്ടായെന്ന്, ആരൊക്കെയോ പിള്ളേരെ വെടിവെച്ചെന്നൊക്കെ. ഇക്കാലത്ത് ഇതൊരു സ്ഥിരം സംഭവമാണെന്ന് തോന്നുന്നു. വലിയ ഞെട്ടലൊന്നും ഇവർക്കില്ല. കുട്ടികളെ എല്ലാം ഒരു സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് പോലും പിള്ളേർ വളരെ മോശമായിട്ടാണ് അധ്യാപകരോട് സംസാരിക്കുന്നത്. ഇതിനെല്ലാം ശേഷം അടുത്ത ദിവസം നമ്മുടെ മാർക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ ചെല്ലുമ്പോഴാവട്ടെ ഒരൊറ്റ ഒരാൾ പോലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ പോലെ ഫോണിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ കുട്ടികളും ഒരേപോലെ ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നു. ഫോണിൽ വളരെ വിയേർഡായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നു. ഒരുമാതിരി ബ്രെയിൻ റോട്ട് പോസ്റ്റുകൾ, ഒരു ലോജിക്കും ഇല്ലാത്ത വീഡിയോസ് കാണുകയും ആ കണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതേപറ്റി കമന്റ് ഇടുന്നു, ലൈക്ക് ചെയ്യുന്നു. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒട്ടും ക്ഷമയില്ലാതെ ഓരോ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് തുടർച്ചയായിട്ട് എല്ലാവരും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഭയങ്കര വിയേർഡാണല്ലോ. നമ്മുടെ മാർക്കാവട്ടെ കൂട്ടത്തിൽ ഒരാളുടെ ഫോണിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. ഉടൻ ഫോൺ സ്ക്രീനിൽ ടെട്രാഹെഡ്രോൺ അനിമേഷൻ വരുന്നു. പിള്ളേരെല്ലാവരും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് ഇദ്ദേഹത്തിന് നേരെ വരുവാണ്. അതായത് ഇവരൊന്നും മനുഷ്യരല്ലാത്ത മാതിരി, ഇവരെ എല്ലാം മറ്റെന്തോ കൺട്രോൾ ചെയ്യുന്ന പോലെ, ആരുടെയോ കമാൻഡിൽ പ്രവർത്തിക്കുന്ന പോലെ. ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ ചെല്ലുക, ഇദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന കമാൻഡ് എന്ന്. മാർക്ക് ജീവനും കൊണ്ട് ഓടി. വേറെ വഴിയില്ലല്ലോ, പിള്ളേർ ഇദ്ദേഹത്തിന് നേരെ വരുമല്ലേ. ഓടിച്ചെന്ന് സ്റ്റാഫ് റൂമിൽ കയറി ബ്രൂം എടുത്ത് ഡോറിനിടെ കയറ്റി ലോക്ക് ചെയ്ത് വെച്ചെങ്കിലും പിള്ളേർ അതെല്ലാം തല്ലി പൊട്ടിച്ചകത്ത് കയറി വന്നു. മാർക്കും ജാനറ്റും അവിടുന്ന് ഓടി നേരെ മെസ്സിൽ ചെന്നപ്പോൾ നേരത്തെ ഒരു സാർ ഇദ്ദേഹത്തെ കാണിച്ച ഗൺ അവിടെ ഉണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പും ഉണ്ടായിട്ടല്ല. എന്നാലും രണ്ടും കൽപ്പിച്ച് പിള്ളേർക്ക് നേരെ എയിം ചെയ്ത് അത് പ്രസ് ചെയ്തപ്പോൾ കുറച്ച് സമയത്തേക്ക് ഏതാണ്ട് ഒരു 2 സെക്കൻഡോളം പിള്ളേരുടെ ഫോണിലെ സിഗ്നൽസ് ബ്ലോക്ക് ആകുകയും കുട്ടികൾ ഒന്ന് നോർമൽ ആകുകയും ചെയ്തു. എന്നാൽ ഫോണിൽ പിന്നെയും സിഗ്നൽ വന്നപ്പോൾ ഇവരെല്ലാം വീണ്ടും അതിന്റെ കൺട്രോളിലായി. രക്ഷപ്പെടാൻ വീണ് കിട്ടിയ അവസരത്തിൽ മാർക്കും ജാനറ്റും ഓടിയിറങ്ങി അവരുടെ കാറിൽ കയറി അവിടുന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. എഗെയിൻ പ്രസന്റിൽ നമ്മുടെ ഫ്യൂച്ചർ മാൻ ഇവരെല്ലാവരെയും കൂട്ടി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ചുറ്റുപാടും പോലീസുണ്ട്. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഇദ്ദേഹം 116 തവണ ശ്രമിച്ചതല്ലേ. ഫ്രണ്ട് ഡോർ വഴി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ബാക്ക് ഡോർ വഴി പുറത്തിറങ്ങിയതേ ഓർമ്മയുള്ളൂ. പോലീസ് നായകളെ ഉപയോഗിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. എമർജൻസി എക്സിറ്റിലും പോലീസിന്റെ അടി കൊണ്ട് അവരുടെ പിടിയിലാകുക എന്നുള്ളത് തന്നെയായിരുന്നു റിസൾട്ട്. പിന്നെ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി അങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞ് പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് വഴി പോയാൽ മുന്നോട്ട് പോകാൻ പറ്റും, പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഫ്യൂച്ചർമാൻ പോലും പറയാൻ പറ്റുന്നില്ല. ഇതെല്ലാം കേൾക്കുന്ന പ്രിൻസസ് എന്തായാലും ഫ്രണ്ട് ഡോറിന്റെ വഴി പോകുന്നില്ല എന്ന് പറഞ്ഞ് ബാക്ക് ഡോറിന്റെ അങ്ങോട്ട് ചെല്ലാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവൾ റിസ്ക് എടുത്ത് അതുവഴി പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഫ്യൂച്ചർമാൻ അവളെ തടഞ്ഞു. 116 തവണ എക്സ്പീരിയൻസ് ഉണ്ട്. സോ നീ പോകുന്നത് ഒരിക്കലും ബെറ്റർ ആയിരിക്കില്ല. ഓക്കെ, ഇവിടെ തന്നെ നിൽക്ക്. ബോബ്, നീ എടുക്കുന്ന ആ ഗണ്ണിക്ക് തന്നെ എന്ന് പറഞ്ഞ് ബോബിന്റെ കയ്യിലുള്ള തോക്ക് വാങ്ങും. ആരും പേടിക്കണ്ട, ഇത് തുടക്കത്തിലെ ഇവന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി കൈ കരുതിയിരുന്നതാ. സ്കൗട്ട് ലീഡർ ബോബെ, ഞാൻ പറയുന്നത് മൊത്തമായിട്ട് നീ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നിന്റെ അവസരമാണ്. ഈ തോക്ക് നിന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാവടാ. എന്നിട്ടും ഞാൻ നിന്നെ കൂടെ കൂട്ടിയത് എന്തിനാണെന്നോ? നിനക്കൊരു ഹീറോ ആവാൻ പറ്റും. ഇതാണ് നിന്റെ പർപ്പസ്. ഈ ലോകത്തെ രക്ഷിക്കുന്നതിൽ ആദ്യ പങ്ക് നിന്റെ വകയാണ് ബോബ്. ദൈ ഗണ്ണ് പിടിക്ക്, ധൈര്യമായിട്ട് ഇറങ്ങിച്ചെല്ലടാ, ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കവർ ഒരുക്ക് എന്നും പറഞ്ഞ് ബോബിനെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു വിട്ടു. എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ പുറത്തിറങ്ങിയതും പോലീസ് അയാളെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. ഓക്കെ, ബോബി ചത്തു. ഇനി ആ വഴി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതുവഴി വരൂ. എല്ലാവരും വല്ലാണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പോലീസ് ആണെങ്കിൽ അകത്ത് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ മാത്രമല്ല, ഇയാളോടൊപ്പം ചേർന്ന് ഇവരെല്ലാവരും പ്രശ്നക്കാരാണെന്നാണ് പോലീസ് കരുതുന്നത്. സോ രക്ഷപ്പെടേണ്ടത് ഇവരുടെയും കൂടെ ആവശ്യമാണ്. ഇതിനിടെ നമ്മുടെ സൂസൻ, ഇവിടെ ഒരു രഹസ്യ വഴിയുണ്ട്, ഓഫീസിൽ ഒരു രഹസ്യ വഴിയുണ്ട്, അണ്ടർഗ്രൗണ്ട് വേ ഉണ്ടെന്ന് പറയും. ഹലോ, 116 തവണ ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. ഇവിടെ ഒരു രഹസ്യ വഴിയുമില്ല. ഇയാൾ ഈ പറയുന്നൊന്നും കേൾക്കാതെ ബാക്കിയുള്ള ഒരു ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഇവള് രഹസ്യ വഴിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഓ ഇവിടെ ഒരുത്തം ബോംബും പിടിച്ചോണ്ട് നിൽക്കുന്നത് നീ ഒന്നും കാണുന്നില്ലേ? ഞാൻ പറയുന്ന പോലെ കേൾക്കടോ. ആരും കേട്ടില്ല. സൂസന് പിന്നാലെ എല്ലാവരും ചെന്നപ്പോൾ ഇയാളും പുറകെ ചെന്നു. നോക്കുമ്പോൾ അവിടെ ഒരു രഹസ്യ വഴിയുണ്ട്. അയ്യോ, ഇവിടെ ഇങ്ങനൊരു വഴി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 116 തവണ ഞാനിത് കണ്ടില്ല. വെറുതെ ബോബിനെ കൊലയ്ക്ക് കൊടുത്തു. സൂസൻ, ഇനി അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലും അറിയാമെങ്കിൽ കുറച്ച് നേരത്തെ പറഞ്ഞേക്കണേ. ഇതുവഴി തന്നെ രക്ഷപ്പെടാം. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരുടെയും ഫോൺ എനിക്കിതാ. നമ്മുടെ പ്രിൻസസ് ഡ്രസ്സിലുള്ള ഇൻഗ്രഡ് ഒഴികെ ബാക്കി എല്ലാവരും ഫോൺ കൊടുത്തു. അവളുടെ ഫോൺ ചോദിക്കുമ്പോൾ അവൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഫ്യൂച്ചർമാൻ ആവട്ടെ കിട്ടിയ 5 ഫോണും എടുത്ത് വെള്ളത്തിലിട്ട് ഇതുവഴി താഴെ ഇറങ്ങി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഇതിനിടെയും 1-2 തവണ ഫ്യൂച്ചർമാൻ സൂസനെ പിടിച്ചു വെച്ച് എങ്ങനെയാണ് ഇവൾക്ക് ഈ രഹസ്യ വഴി അറിയാവുന്നത്, ഇവൾ ആരാണ്, പോലീസാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനവൾ ഉത്തരം കൊടുക്കുന്നില്ല. പകരം ഒഴിഞ്ഞു മാറിപ്പോവാണ്. റെസ്റ്റോറന്റ് മുഴുവൻ പോലീസാണ്. രഹസ്യ വഴി അവരും കണ്ടെത്തി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രം ഫ്യൂച്ചർമാൻ അവളെ തൽക്കാലം വിട്ടു. ആ സീനോടെ കട്ട് ചെയ്ത് നമ്മുടെ സൂസന്റെ പാസ്റ്റ് കാണിച്ചു തരുവാണ്. സൂസന്റെ മകന്റെ പേര് ഡാരൻ. ഒരിക്കൽ അവൻ പഠിക്കുന്ന സ്കൂളിൽ വെടിവെപ്പുണ്ടായി. അതിൽ മരണപ്പെട്ട കുട്ടികളിൽ ഒരാൾ ഡാരനാണ്. മനസ്സ് തകർന്ന സൂസൻ സ്കൂളിലിരിക്കുമ്പോൾ ഇവളെ പോലൊക്കെ തന്നെ വെടിവെപ്പിൽ മക്കളെ നഷ്ടപ്പെട്ട 2-3 അമ്മമാർ അവിടെ വന്ന് അവരുടെ മക്കൾ മരിച്ച കാര്യം പറയുന്നതിന്റെ കൂടെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എത്രയും വേഗം അങ്ങ് പോവായിരുന്നു, ട്രാഫിക് ഉണ്ടായിരുന്നു എന്നൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് ഒരു വിഷമവും ഇല്ലാതെ സംസാരിക്കുകയാണ്. സൂസൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇവരെന്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തെന്ന് ചോദിക്കാൻ പോലും അവൾക്ക് തോന്നുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ്. അക്കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇവളുടെ അടുത്ത് വന്ന് ഇവളുടെ
മകനെയും നഷ്ടപ്പെട്ടോ ഒരു കാരണവശാലും പേടിക്കണ്ട, ദാ ഇതിൽ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു കാർഡ് കൊടുത്തിട്ട് പോയി. എന്താ ഏതാ സംഭവം എന്നറിയത്തില്ലെങ്കിലും സൂസൻ അവർ പറഞ്ഞ പോലെ ആ ഒരു കാർഡ് നോക്കി കോൺടാക്ട് ചെയ്ത് ഓഫീസിലെത്തി. ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത്? ആരൊക്കെയോ കാർഡ് തന്നിട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നിങ്ങളുടെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റും. ഞങ്ങളിവിടെ ക്ലോൺസിനെ ഉണ്ടാക്കും, നിങ്ങളുടെ മകനെ പോലെ തന്നെ ഒരു ക്ലോണിനെ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാം. ഇവളങ്ങ് ഞെട്ടിപ്പോയി. ഇങ്ങനൊരു സംഭവം ഈ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ഇവൾ കേൾക്കുന്നേ. എന്തുകൊണ്ടാണ് ഇത് രഹസ്യമായി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇത് ഇത്തിരി രഹസ്യ സ്വഭാവമുള്ളൊരു സംഭവമാണ്. ഗവൺമെന്റ് ക്ലോണിന് വേണ്ട പൈസയൊക്കെ മുടക്കിക്കോളും. നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ പ്രീമിയം വേർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് തരാൻ പറ്റും. സാധാ വേർഷനിൽ ആർട്സ് ഉണ്ടാവും. ഇതെല്ലാം കേട്ട് സൂസൻ ഒരുമാതിരി, ആർട്സോ? നിങ്ങൾ എന്തു ഈ പറയുന്നേ? ഇത് ഈ പറയുന്നത് ഈ കാണുന്നതൊക്കെ റിയൽ ആണോ? ശരിക്കും എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടുമോ? തീർച്ചയായും മാം, നിങ്ങൾ വന്ന് അവൻ്റെ സ്വഭാവ രീതികൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. വരൂ, നിങ്ങളുടെ മകൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു തരൂ, നല്ല ഒന്നാം തരം പയ്യനെ ക്ലോൺ ചെയ്തുണ്ടാക്കി തരാം. ഇതൊക്കെ ഉള്ളതാണോ വല്ല ഉഡായിപ്പാണോ എന്നറിയില്ലെങ്കിലും സൂസൻ മകനെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാത്തിനും സമ്മതിച്ചു. അങ്ങനെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് സൂസന്റെ മകനെ ഡാരനെ ദേ കമ്പനി ക്ലോൺ ചെയ്തു കൊടുത്തു. പബ്ലിക് ഷൂട്ടിങ്ങിൽ കൊല്ലപ്പെടുന്ന കുട്ടികളെ ഇങ്ങനെ ക്ലോൺ ചെയ്തു കൊടുക്കും. ഇതൊരു സൈഡ് മനസ്സിലാക്കാം, ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട്, അത് ശരി. പക്ഷേ സ്കൂളുകളിൽ ഷൂട്ട് ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന ടെററിസ്റ്റുകളെ പോലും ഇവർ ക്ലോൺ ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലോൺ വേർഷൻ കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമെന്ന്. അവർ വീണ്ടും പഴയ പോലെ ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത 70% കുറയും എന്നൊക്കെയാണ് പറയുന്നത്. വാട്ടവർ, മൊത്തത്തിൽ വിയേർഡായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഏതായാലും നമ്മുടെ സൂസൻ ഹാപ്പി, മകനെ തിരിച്ചു കിട്ടിയല്ലോ. സന്തോഷത്തിൽ അവനെയും കൂട്ടി അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഒരു പോയിന്റ് മുതൽ ചെക്കൻ അങ്ങ് വിയേർഡായിട്ട് പെരുമാറാൻ തുടങ്ങി. സംസാരിക്കുമ്പോൾ ഒക്കെ എല്ലാം ഒരു ഇത്തിരി ഓവറാണ്. ഓവർ വിനയം, ഒരു ഇത്തിരി എളിമേഷാണ്. വഴിയിൽ എവിടെയെങ്കിലും ഒരു സോൾജിയറോ ഒരു പോലീസുകാരനോ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരോട് അവരുടെ സർവീസിന് നന്ദി പറയും. എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ ബ്രാൻഡുകൾക്ക് പരസ്യം ചെയ്യുന്ന പോലെ ഇന്ന ബ്രാൻഡിന്റെ ഇന്ന പ്രോഡക്റ്റ് മതി, അതിൽ ഇത്ര കാലോറി ഉണ്ട്, ഇത്ര പ്രോട്ടീൻ ഉണ്ടെന്നൊക്കെ ഒരുമാതിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. സംഭവം മനസ്സിലായല്ലോ? ഇതൊരു പ്രൊഡക്റ്റ് മാത്രമാണ്. ഈ കമ്പനിക്ക് പരസ്യം ചെയ്യാനായിട്ട് ഇവരുടെ കുട്ടികളുടെ രൂപത്തിൽ അവരുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രം. ക്ലോണാണ്, ഹ്യൂമൻ ഫ്ലഷ് ഉണ്ട്, റിയൽ ഹ്യൂമൻ ആണ്, അല്ലെ റിയൽ ഹ്യൂമനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതുപോലത്തെ സാധനങ്ങളോട് ഇമോഷണലി ആർക്കും ഒരു കണക്ഷനും തോന്നത്തില്ല. പിന്നെ 4 ആളുടെ മുന്നിൽ വളരെ എളിമേഷായിട്ടുള്ള ഈ മകനെ കാണിച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. ക്ലോൺ ഡാരന്റെ കഴുത്തിന് പുറകിൽ ഒരു ടാറ്റു ഉണ്ട്. എല്ലാ ക്ലോണുകൾക്കും ഈ ടാറ്റു ഉണ്ടാവും. ഇവന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര വിയേർഡാണ്. വീട്ടിലെത്തിയതും കളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിപ്പോയി ഒറ്റയ്ക്ക് നിന്ന്, ബോളില്ല, കൂടെ കളിക്കാൻ ആളില്ല, എന്നാൽ കൂടെ കളിക്കാൻ ആളും കളിക്കാൻ ബോളും ഉണ്ടെന്നൊക്കെ ഇമാജിൻ ചെയ്ത് ഇമാജിനറി കളിയൊക്കെ കളിക്കുന്നത് കാണാം. ശേഷം അടുത്ത ദിവസം ക്ലോൺ ചെയ്യപ്പെട്ട കുട്ടികൾക്കും പേരൻസിനും ഒക്കെ ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത ഒരു പാർട്ടിയിൽ സൂസനും ഡാരനും ചെല്ലും. ക്ലോൺ ചെയ്യപ്പെട്ട പിള്ളേര് മാത്രമല്ല, അവരുടെ പേരൻസും ഒരുമാതിരി വിയേർഡായിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്. ഇത് പുതിയ നോർമലാണ്, ക്ലോൺസ് ഇങ്ങനെയാണ്, ബിഹേവിയറിലുള്ള ചേഞ്ചസ് ഒക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം എന്നുള്ളൊരു മട്ട്. ഇതിൽ ഒരു പേരൻസ് 4 തവണ അവരുടെ കുട്ടിയെ ക്ലോൺ ചെയ്തിട്ടുണ്ടെന്ന്. ആദ്യം ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു, പിന്നെ ക്ലോൺ വന്നു, ക്ലോണിനെയും വെടിവെച്ച് കൊന്നു, വീണ്ടും വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ആയി മൊത്തത്തിൽ 4 തവണ അവർ ക്ലോൺ ചെയ്തെന്ന്. അതുകൊണ്ട് തന്നെ ഓരോ തവണ ക്ലോൺ ചെയ്തപ്പോഴും കുട്ടിയുടെ സ്വഭാവത്തിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഇവർക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഫണ്ണി ആയിട്ട് തമാശയൊക്കെ പറയുന്ന ഇവരുടെ ഇഷ്ടാനുസരണം കുട്ടിയെ മാറ്റി മാറ്റി ക്ലോൺ ചെയ്തിറക്കിയതൊക്കെ സംഭവം. ഇവരിത് ഫണ്ണായിട്ടാണ് പറയുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ സൂസൻ ഇത് അത്ര ഫണ്ണായിട്ട് തോന്നുന്നില്ല. എന്റെ സൂസൻ, നീ കേൾക്കണം. ഒരു ദിവസം നമ്മൾ കടയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ആള് നമ്മുടെ കുട്ടി ഏതാ റിലീജിയൻ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു മുസ്ലിം ആണെന്ന്. കുറച്ച് റേസിസ്റ്റ് സ്വഭാവമൊക്കെ ഉണ്ടേ. സൂസൻ ബി ലൈക്ക്, ഇവരെന്തിത് ഇങ്ങനെ, ഇനി ഇവരും ക്ലോൺ ആണോ? ഭയങ്കര വിയേർഡായിട്ട് വായി തോന്നിയതൊക്കെ അങ്ങ് വിളിച്ച് പറയുന്നു. ഇക്കൂട്ടത്തിൽ ആകെ തലയ്ക്ക് സ്ഥിരതയുള്ള ഒരേ ഒരു വ്യക്തിയെ മാത്രമേ നമ്മുടെ സൂസൻ കണ്ടുള്ളൂ. ഇവളുടെ കുട്ടി ഡാരൻ വിയേർഡായിട്ടാണ് പെരുമാറുന്നത്, അതായത് ക്ലോൺ വിയേർഡായിട്ടാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. കുട്ടി വളരെ വിയേർഡായിട്ടാണ് പെരുമാറുന്നത്. തങ്ങളുടെ സ്വന്തം മക്കളെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലോൺ ചെയ്തിറക്കുക ഒരു സൊല്യൂഷൻ അല്ല. ക്ലോൺ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഐഡന്റിറ്റിയാണ്. സ്വന്തം മക്കളെ നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിലും അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ വഴിയുണ്ട്, അവരുടെ ഓർമ്മകളോട് സംസാരിക്കാൻ വഴിയുണ്ട്. അതിനിതേ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, സ്വന്തം മക്കളോട് സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് മാറിപ്പോയി. ആകെ മൊത്തത്തിൽ വിയേർഡാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. സൂസനും ഇദ്ദേഹം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും അങ്ങോട്ട് വ്യക്തമായില്ലെങ്കിലും തൻ്റെ കൂടെയുള്ള ക്ലോൺ എന്തായാലും തൻ്റെ മകനല്ല, തൻ്റെ മകൻ്റെ രൂപം മാത്രമേ ഉള്ളൂ എന്നറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരിയെ ഒന്ന് ശ്രമിച്ചു നോക്കി. അങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവൾക്ക് ഇവളുടെ മകനോട് സംസാരിക്കാൻ പറ്റി. ഇവളുടെ മകൻ ഡാരൻ സംസാരിക്കുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാതെ എങ്ങനെയായിരുന്നു ഡാരൻ സംസാരിച്ചിരുന്നത് അതേപോലെ ഡാരന്റെ ശബ്ദത്തിൽ ഡാരൻ, മരണപ്പെട്ട ഡാരൻ തന്നെ ഇവളോട് സംസാരിക്കുന്നു. ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ അതിന് നമ്മുടെ സൂസനും ഉത്തരവില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു സിസ്റ്റം സംഭവം ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവൾക്ക് ഡാരനോട് സംസാരിക്കാൻ ഒരു ചെറിയ ഡിവൈസും അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഹെഡ്ഫോണും ഉണ്ട്. സംസാരിച്ചു തുടങ്ങിയ സമയം തന്നെ ചെക്കൻ ആവശ്യപ്പെടുന്നത് ആ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആളുടെ കൂടെ അമ്മ പോകണമെന്നാണ്. കാര്യം പിടികിട്ടിയല്ലോ. നമ്മുടെ ഫ്യൂച്ചർ മാൻ ആ റെസ്റ്റോറൻറ്റിൽ വരുമെന്നും അദ്ദേഹത്തോടൊപ്പം ഇവൾ പോകണമെന്നും നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന്
മുന്നേ തന്നെ ഡാരൻ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇവൾ തന്നെ ആദ്യം അദ്ദേഹത്തോടൊപ്പം ചെല്ലാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. ആൻഡ് ഒബ്വിയസ്ലി റെസ്റ്റോറൻറ്റിലെ സീക്രട്ട് വേയെ പറ്റി ഇവൾക്ക് പറഞ്ഞു കൊടുത്തതും ഇവളുടെ മകൻ ഡാരൻ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർമാനും കൂടെയുള്ള ആളുകൾക്കും ആ രഹസ്യ വഴിയിലൂടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റി. പുള്ളിക്കാരൻ തന്നെ വരച്ചൊപ്പിച്ച മാപ്പ് എടുത്ത് ആ മാപ്പിൽ നോക്കി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ ശരിക്കും എന്താണ് ഇയാളുടെ പ്ലാൻ, എങ്ങോട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് കുറച്ചപ്പുറത്ത് 9 വയസ്സുള്ള ഒരു പയ്യനുണ്ട്. അവൻ്റെ ബെഡ്റൂമിൽ ദൈവത്തെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ അവൻ ക്രിയേറ്റ് ചെയ്യുന്ന ദൈവം മനുഷ്യർക്കെതിരാവും. ഇവിടെ ഗോഡ് എന്നതുകൊണ്ട് ഇവൻ ഉദ്ദേശിച്ചത് എഐനെയാണ്. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു എഐ. സകലതും അതിൻ്റെ കൺട്രോളിലാവുന്നതിന് മുമ്പ് അതിനെ തടഞ്ഞു നിർത്താൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് അവിടെ എത്തേണ്ടതുണ്ടെന്ന്. എഐകളെല്ലാം പാലിച്ചിരിക്കേണ്ട സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ആ പയ്യൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഐയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. എന്നാൽ ഭാവിയിൽ നിന്ന് നമ്മുടെ ഹീറോ വരുന്ന ടൈം ലൈനിൽ നിന്നുള്ള എഐ ഈ ടൈം ലൈനിലേക്ക് കണക്ട് ചെയ്യുകയും ആ പയ്യൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എഐനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വരും. വലിയ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇതിനെയൊക്കെ തരണം ചെയ്ത് വേണം പയ്യന്റെ വീട്ടിലെത്തി എഐയിലേക്ക് ഈ പ്രോട്ടോകോൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകവേ ഇതേ ഒരു കാർ ഇവരെ ചേസ് ചെയ്യുന്നു. പോലീസ് ആണെന്ന് കരുതിയെങ്കിലും അങ്ങനെയല്ല. ഇത് പോലീസ് വണ്ടിയല്ല, മറ്റാരോ 2 ആൾ കാറിൽ ഇവരെ ചേസ് ചെയ്യുവാണ്. മുഖംമൂടിയിട്ട 2 ആളാണ്. ആരാണ് ഫ്യൂച്ചർമാന് പോലും അറിയത്തില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചതായിട്ട് പുള്ളിക്കാരൻ പറയുന്നുമില്ല. അവരെന്തോ ബാഡ് ഗെയ്സ് ആണ്, അവർക്ക് പിടി കൊടുക്കരുത്, അവർക്ക് ശബ്ദമുണ്ടാക്കരുത്, ആരൊക്കെ വന്നാലും എല്ലാത്തിനെയും മറികടന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ള രീതിയിൽ പുള്ളി. എന്നാൽ കൂടെയുള്ള ആളുകൾ തമ്മിൽ ഈ ഒരു മിഷനെ സംബന്ധിച്ച് തർക്കമുണ്ടായി. ഫ്യൂച്ചർമാൻ പറയുന്നതൊക്കെ കേട്ട് അവന്റെ പുറകെ പോയാൽ ഇവരൊക്കെ മരണപ്പെടും. ബോബിന് സംഭവിച്ച പോലെ തങ്ങൾക്കും സംഭവിച്ചേക്കും എന്നൊക്കെ ഡിസ്കഷൻസ് ഉണ്ടായി. ഇതിനിടെ നമ്മുടെ ഇൻഗ്രിഡിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നു. ബ്ലഡ് വന്നതും 1 നിമിഷം പോലും വൈകാതെ അവൾ ചോദിക്കുന്നതോ ആരുടെ കയ്യിലാണ് ഫോൺ ഉള്ളത് എന്ന്. ഇവരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്ന ഫോണുകൾ ഫ്യൂച്ചർമാൻ വാങ്ങി വെള്ളത്തിൽ കളഞ്ഞിരുന്നല്ലോ. ആ സമയം ഇൻഗ്രിഡിന്റെ കയ്യിൽ ഫോൺ ഇല്ലെന്നും പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ദേ സ്കോട്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നു. ഇവന്റെ കയ്യിൽ ശരിക്കും 2 ഫോൺ ഉണ്ടായിരുന്നു. ഈ ഫോൺ കാരണമാണത്ര ഇൻഗ്രിഡിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത്. അവൾ ആ ഫോൺ വാങ്ങി ചവിട്ടി പൊട്ടിച്ച് ദൂരെ കളഞ്ഞ് പുള്ളിക്കാരിക്ക് അലർജി ഉണ്ട്, സെൽഫോൺസ് വൈഫൈ ഒക്കെ പുള്ളിക്കാരിക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാണ്. EHS പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മാരകമായ അവസ്ഥയാണ് ഇവൾക്ക്. ഒരുപക്ഷെ ഇവളുടെ ഈ സിറ്റുവേഷൻ ഫ്യൂച്ചർമാന് നേരത്തെ അറിയാമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ ഇവരുടെ എല്ലാവരുടെയും ഫോൺ മേടിച്ച് മുന്നേ കളഞ്ഞത്. മറ്റൊരു സൈഡും ചിന്തിക്കാം, ഇവരെതിർക്കുന്നത് എഐനെയാണ്. ആ എഐ ഇവരെ ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതകളെല്ലാം ഒഴിവാക്കിയതാണ് എന്നും കരുതാം. ഫ്യൂച്ചർമാൻ ഇവരെ ചതിക്കുകയാണോ, ഇവരെയും കൊലയ്ക്ക് കൊടുക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇവർക്കിടയിലുണ്ടല്ലോ, പ്രത്യേകിച്ച് സ്കോട്ടിന്. അതെല്ലാം മനസ്സിലാക്കുന്ന അയാള് ഇവർക്ക് ആർക്കെങ്കിലും താല്പര്യമില്ല, കൂടെ ചെല്ലാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നിർത്തിപ്പോകാമെന്ന് പറഞ്ഞു. കൂടെ സ്കോട്ടിന്റെ ലെഫ്റ്റ് പോക്കറ്റിൽ 47 സെൻസ് കോയിൻ ഉണ്ടെന്നും പറഞ്ഞു. അവന് പോലും എത്രയുണ്ടെന്ന് ധാരണയില്ലായിരുന്നു. എടുത്തു നോക്കിയപ്പോൾ അയാൾ പറഞ്ഞത് ശരിയാണ്. സോ ഇയാളെ അവിശ്വസിക്കുന്നതിൽ കാര്യമില്ല. ഇത്രയും സമയം സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഫ്യൂച്ചറിൽ നിന്ന് തന്നെയാണ്. ഇനിയും അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലെന്ന് മനസ്സിലാക്കി എല്ലാവരും കൂടെ ചെന്നു. അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അടുത്ത പ്രശ്നം. വീടില്ലാത്ത ഒരു ഭ്രാന്തൻ ജെറി. ഇവരെല്ലാം കൂടെ കയറി ചെന്നത് അയാൾ കിടന്നുറങ്ങുന്നിടത്തേക്കായിരുന്നു. പുള്ളിക്കാരൻ കയ്യിലുള്ളൊരു കത്തിയും എടുത്ത് ഇവരെ ചേസ് ചെയ്യാൻ തുടങ്ങി. ഇതിനിടെ ആ മുഖംമൂടിക്കാരും വന്നു. അവർ തോക്കുമായി വന്ന് ഇവരെ ഇങ്ങനെ ചേസ് ചെയ്യുന്നു. ഒരു പോയിന്റിൽ മുഖംമൂടിക്കാരിൽ ഒരുത്തിന് ഇവർക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത് ഇപ്പൊ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുമെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇവരെ ചേസ് ചെയ്ത് വന്നിട്ടിരുന്ന ജെറി ഓടി വന്ന മുഖംമൂടിക്കാരനെയും ഇടിച്ച് 2 ആളും തെറിച്ച് താഴെ വീണു. ഇനിയും ഒരു മുഖംമൂടിക്കാരൻ കൂടി ഉണ്ടല്ലോ. അവനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പാവം നമ്മുടെ മാരി ചെന്ന് വിട്ടത് കറക്റ്റ് അവന്റെ മുന്നിലാണ്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവസാനമായി താൻ വെറും ഒരു പൈ കഴിക്കാൻ വേണ്ടിയാണ് റെസ്റ്റോറൻറ്റിൽ വന്നത് എന്ന് പറയാനുള്ള അവസരമേ അവൾക്ക് കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവരും പെട്ടു. അവനിപ്പോൾ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇവരെയും കൊല്ലുമല്ലോ. എങ്ങോട്ട് ഓടിയാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യമായപ്പോൾ നമ്മുടെ ഫ്യൂച്ചർമാൻ താഴെ കിടക്കുന്ന വേസ്റ്റിലേക്ക് എല്ലാവരോടും എടുത്ത് ചാടാൻ പറഞ്ഞു. എല്ലാവരും എടുത്ത് ചാടിയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവന്റെ കയ്യിൽ ഗണ്ണാണ്. മുകളിൽ നിന്ന് അവൻ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലാവുന്നതേ ഉള്ളൂ. ഇവരുടെ എന്തോ ഭാഗ്യത്തിന് അവന്റെ ഗൺസിലെ ബുള്ളറ്റ് തീർന്നിരുന്നു. അവൻ റീലോഡ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ അവരുടെ തന്നെ കാറ്, നിർത്തിയിട്ടിരുന്ന കാറ് ബ്രേക്ക് പോയി ഉരുണ്ടു വന്ന് അവനെ ഇടിച്ച് പുള്ളിക്കാരനെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? ഇല്ല. ആ കാറും അവനും എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീഴാൻ തുടങ്ങുവാണ്. ഉടനടി 4 ആൾ അതിൽ നിന്ന് പുറത്ത് കടന്നെങ്കിലും നമ്മുടെ ഇൻഗ്രിഡ് ഇപ്പോഴും മേപ്പോട്ട് നോക്കി നിൽക്കുവാണ്. ഫ്യൂച്ചർമാൻ പുള്ളിക്കാരിയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടും പുള്ളിക്കാരി പേടിച്ച് വിരണ്ട് മുകളിലേക്ക് നോക്കി അങ്ങനെയും നിൽക്കുവാണ്. കൃത്യസമയത്ത് ഫ്യൂച്ചർമാൻ തന്നെ ചാടി അവളെ പിടിച്ച് മാറ്റിയത് കൊണ്ട് അവൾക്ക് രക്ഷപ്പെടാനായി. ഒരുപക്ഷെ ഇതിൽ ഇവൻ മരണപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ റിയാലിറ്റിയിലല്ല ഒരു റിയാലിറ്റിയിലും ഇവൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ റിയാലിറ്റിയിലും തന്നെ വിജയിച്ചേനെ. ഇൻഗ്രിഡിന് വേണ്ടി ഇത്ര വലിയ റിസ്ക് എടുത്തത് ജാനറ്റ് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ബോബിനും മാരിക്കും ഒന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവർക്കുള്ളത്? അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ അങ്ങ് തോന്നി ചെയ്തു എന്നുള്ള മട്ടിൽ വ്യക്തമായി ഒന്നും പറയാത്തൊരു മറുപടിയാണ്. കട്ട്. നമുക്ക് ഇൻഗ്രിഡിന്റെ കഥ മനസ്സിലാക്കാം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പുള്ളിക്കാരിക്ക് അലർജി ഉണ്ടായിരുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്സ് എന്ത് തരത്തിലുള്ള ഡിവൈസിൽ നിന്നാണെങ്കിലും പുള്ളിക്കാരിക്ക് അത് പ്രശ്നമാണ്. അധിക സമയം ഫോൺസ്, വൈഫൈ, ബ്ലൂടൂത്ത് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. EHSനേക്കാളും കുറച്ചുകൂടെ പ്രശ്നമാണ് ഇവരുടെ അവസ്ഥ. ഇതൊരു അലർജി ആയിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ. ഇത് കാരണം തന്നെ ചെറിയ പ്രായം മുതൽ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നല്ല നല്ല ജോലികളൊന്നും കിട്ടാതായി
ഇവൾക്ക് പറ്റുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടീസൊക്കെ നടത്തുമല്ലോ, ബർത്ത്ഡേ പാർട്ടീസ്, വിവാഹ പാർട്ടീസൊക്കെ. അതിലിപ്പോൾ ബർത്ത്ഡേ പാർട്ടീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിൻസസിന്റെ വേഷം കെട്ടി കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് പുള്ളിക്കാരി ചെയ്തു വരുന്നത്. അതാണ് ആ പ്രിൻസസ് കോസ്റ്റ്യൂമിന് കാരണം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ബർത്ത്ഡേ പാർട്ടിക്കിടെ അവിടെ ഒരാൾ പിസ്സ കൊണ്ടുവരാൻ ലേറ്റായി. സ്ഥലം കണ്ടുപിടിക്കാൻ അവൻ കുറച്ച് താമസിച്ചു പോയെന്ന്. അവൻ ഫോൺസ് യൂസ് ചെയ്യാറില്ല, മാപ്പ് യൂസ് ചെയ്താണ് വന്നതെന്നാണ് പറഞ്ഞത്. ആദ്യം മീറ്റ് ചെയ്തപ്പോൾ തന്നെ അവന് ഫോണുകളോട് അത്ര താല്പര്യമില്ലെന്ന് ഇവൾക്ക് തോന്നി. കാണാനും അടിപൊളിയാണ്. അങ്ങനെ ഇരുവരും ഡേറ്റ് ചെയ്യുന്നു. അവരുടേതായിട്ടുള്ള സമാധാനമുള്ള, ടെക്നോളജിക്ക് അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആരും ആഗ്രഹിച്ചു പോകുന്നൊരു ലൈഫ് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പോസിബിൾ ആണ്. കുട്ടികളൊന്നും വേണ്ടെന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അത്യാവശ്യം വലിയൊരു എമൗണ്ട്, ഒരു 80 years ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം ബോധത്തോടെ ജീവിക്കാൻ അനുയോജ്യമായ രാജ്യവും സ്ഥലവും ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ പറ്റും. ഇവരുടെ കാര്യത്തിലും ആദ്യമൊക്കെ എല്ലാം സെറ്റായിരുന്നു. പക്ഷെ അധികം താമസിയാതെ അവൻ അഡിക്റ്റ് ആയി തുടങ്ങി. ഗെയിംസിൽ അഡിക്റ്റ് ആയി തുടങ്ങി. പകൽ മുഴുവൻ ഗെയിം കളിക്കും. ഗെയിമിൽ മുഴുകിയാൽ പിന്നെ അവനെ കിട്ടത്തില്ല. ഫുഡ് കഴിക്കുന്നത് പോലും പാതിരാത്രിക്കൊക്കെ ആയിരിക്കും. ഇംഗ്രിഡ് അവനെ ഇതിൽ നിന്നൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിലുള്ള ഗെയിംസിലും വിർച്വൽ ലോകത്തുമൊക്കെ ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയ അവൻ ഇതാണ് ജീവിതം, ഇനി ജീവിക്കുവാണെങ്കിൽ വിർച്വൽ ലോകത്ത് ജീവിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഇവളാൽ സാധിക്കുന്നത് അവൾ മാക്സിമം പറഞ്ഞു നോക്കി, കാര്യം ഉണ്ടായില്ല. റിയൽ ലൈഫിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത വിർച്വൽ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് തീർത്തു പറഞ്ഞു. അവൻ ഇവളെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടുള്ള ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ റെസ്റ്റോറൻറ്റിൽ വന്നു. പിന്നെ നോംസിൽ നമ്മുടെ ഹീറോ വന്നു. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. അങ്ങനെ വന്ന് ഇവരിപ്പോൾ ആ AI ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യന്റെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെത്തി. അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഫ്യൂച്ചർമാൻ ഇവരോടൊക്കെ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും തനിക്ക് സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുള്ളപ്പോഴൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലാത്ത പല കാര്യങ്ങളുമാണ്. പോലീസ് ആക്രമിച്ചിട്ടുണ്ട്, ആർമി വന്ന് ആക്രമിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ പോലും, നായകൾ പോലും ഇവരെ ആക്രമിച്ച് ഓടിച്ചിട്ടുണ്ടെന്ന്. ഇത്രയും അടുത്തെത്തി നിൽക്കുവാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഇനി അങ്ങോട്ട് എത്ര വിയേർഡായിട്ടുള്ള സംഭവമാണ് ഉണ്ടാകാൻ പോകുന്നെങ്കിലും അതിനെ എതിരിടാൻ വേണ്ടി കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് കോസ്റ്റ്യൂമായിട്ടിട്ട് ഒരുമാതിരി കോമഡി പീസുകളെ പോലെ ഇവർ റെഡി ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവർക്ക് ഇവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഫെയിലാവും. ഫെയിലായാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അടുത്ത ഒരു 50 വർഷത്തിനുള്ളിൽ ഫുഡ്, വാട്ടർ തുടങ്ങി പ്രധാന റിസോഴ്സസിൻ്റെ ഒക്കെ ലഭ്യതക്കുറവ് കാരണം പോപ്പുലേഷൻ്റെ 50% ഇല്ലാതാവും. പിന്നീട് ലോകത്ത് അവശേഷിക്കുന്ന പകുതിയോളം ആളുകളിൽ AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്റർടൈൻമെന്റിലും ഡിസ്ട്രാക്ഷനിലും പെട്ടുപോയവരാണ് മെജോറിറ്റിയും. ഓരോ ആളുകളുടെ കാലിബർ AIക്ക് വ്യക്തമായി അറിയാം. ജനങ്ങളൊക്കെ എങ്ങനെ ചിന്തിക്കുമെന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ കൺട്രോൾ ചെയ്യാൻ നിരന്തരം അതിന് സാധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആകെ നശിച്ചു പോയ ഒരു ലോകത്ത് ഒരു ബങ്കറിലാണ് നമ്മുടെ കഥാനായകൻ ഈ ഫ്യൂച്ചർമാൻ ജീവിച്ചു വന്നത്. AIയുടെ ട്രാപ്പിൽ വീഴാതെ അവൻ്റെ അമ്മ അവനെ പ്രൊട്ടക്ട് ചെയ്തു. ഓൾറെഡി AIയുടെ ട്രാപ്പിൽ വീണ വിർച്വൽ ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞുപോയി അതീവ രഹസ്യമായി AIക്ക് ഒരു ക്ലൂവും കൊടുക്കാതെ ചെറിയ പ്രായം മുതലേ ഒരു ബങ്കറിൽ അങ്ങനെ ജീവിച്ചു വരുന്നു. മനുഷ്യന്റെ എവല്യൂഷനൊക്കെ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് കാണാം. കുരങ്ങിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനായതും എന്നാൽ ടെക്നോളജിയുടെ ഇൻഫ്ലുവൻസ് കാരണം വീണ്ടും അതിലേക്ക് അടിമപ്പെട്ടു പോയതുമൊക്കെ. ഫ്യൂച്ചർമാന്റെ അമ്മ തന്റെ മകനെ ബങ്കറിന് പുറത്തേക്ക് വിടില്ല. ഒരുപാട് നാളായി ബങ്കറിനകത്താണ്. പണ്ട് ലോകം എങ്ങനെയായിരുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു കൊടുത്ത അറിവ് മാത്രമേ അവനുള്ളൂ. സൂര്യൻ എന്താണെന്നോ ചന്ദ്രൻ എന്താണെന്നോ ഒന്നും അവൻ അറിയില്ല. ഇന്ന് വരെ ഒരു സൺറൈസ് പോലും കണ്ടിട്ടില്ല. ഈ ക്യൂരിയോസിറ്റി അവന്റെ മനസ്സിലുണ്ട്. അങ്ങനെ പോകെ പോകെ അവന്റെ ഒരു പ്രായത്തിൽ അവന്റെ ക്യൂരിയോസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അമ്മ ശ്രദ്ധിക്കാതെ അവൻ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങി. ലൈഫിൽ പറ്റിയ വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. പുറത്ത് കടന്ന് കിട്ടിയ ഒരു ഡിവൈസ് ഓൺ ചെയ്തതും AI ഇവരെ ട്രാക്ക് ചെയ്തു. രഹസ്യമാക്കി വെച്ചിരുന്ന ഇവരുടെ താവളം ആ ബങ്കർ കണ്ടെത്തി അതിലേക്ക് മിസൈൽ അയച്ച് സ്ഫോടനമുണ്ടാക്കി. ആ സ്ഫോടനത്തിൽ ഫ്യൂച്ചർമാന്റെ അമ്മ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. അവിടെ നിന്നാണ് ലോകം പഴയ പോലെ ആക്കണം, അമ്മ പറഞ്ഞു തന്നിട്ടുള്ള പോലെ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോകം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം അവന്റെ മനസ്സിൽ ഉടലെടുക്കുന്നത്. ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വലിയ ശബ്ദം ഉണ്ടാകുന്നു. ഇംഗ്രിഡിന്റെ മൂക്കിൽ നിന്ന് വീണ്ടും ചോര വരുന്നു. എന്താ സംഭവം എന്നറിയാൻ പുറത്ത് നോക്കിയപ്പോൾ കുട്ടികളാണ്, പിള്ളേര്, ഫോണിന്റെ കൺട്രോളായിട്ടുള്ള പിള്ളേര് ഇവരെ പിടിക്കാൻ വരുന്നതാണ്. മാർക്കിനും ജാനറ്റിനും മുന്നേ ഫേസ് ചെയ്ത പോലെ ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എതിരെ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തായാലും അവരെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മൊബൈൽ സിഗ്നൽസ് ബ്ലോക്ക് ചെയ്യുന്ന ഗണ്ണ് കയ്യിലുള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാനേജ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. വീടിന് റൂഫിൽ കയറി പരമാവധി കുട്ടികളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ തുടർന്നാൽ ശരിയാവത്തില്ലല്ലോ. കഴിഞ്ഞ 116 തവണ സംഭവിച്ച പോലെ ഇത്തവണയും പരാജയമായിരിക്കും ഫലം. അത് മനസ്സിലാക്കി മാർക്ക് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി. കുട്ടികൾക്കിടയിലേക്ക് ചാടി അവരെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് മറ്റെങ്ങോട്ടേലും കൊണ്ടുപോകാം, ബാക്കിയുള്ളവർ മുന്നോട്ട് പോകട്ടെ എന്ന്. ജാനറ്റിന് ഒരുപാട് സങ്കടമായി. എന്നാൽ മാർക്കിന്റെ തീരുമാനം ഉറച്ചതായതുകൊണ്ട് അവളെ കൊണ്ട് പറഞ്ഞു മാറ്റാനൊന്നും സാധിച്ചില്ല. അവളും കൂടെ ചാടി. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോരാടാം, ഒരുമിച്ച് ചാടാം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ആയിട്ടൊരു കിസ്സൊക്കെ ചെയ്യുമ്പോൾ ഹലോ വേണേ എവിടെയും പോയി റൂം എടുക്കടേ, ഇതിനിടയിൽ ഉമ്മയും വെച്ചോണ്ടിരിക്കുന്നു. ഫ്യൂച്ചർമാനി ഇവരെന്താണ് ഈ പ്ലാൻ ചെയ്ത് വരുന്നതെന്ന് മനസ്സിലായില്ല. ഇവരെടുത്ത് ചാടിയപ്പോഴാണ് മനസ്സിലായത് ഡിസ്ട്രാക്ഷൻ ആണെന്ന്. അങ്ങനെ മാർക്കും ജാനറ്റും കുറെ കുട്ടികളെ ഡിസ്ട്രാക്ട് ചെയ്തു. ബാക്കിയുള്ളവർ അതുവഴി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സ്കോട്ട് മരത്തിൽ കുടുങ്ങിപ്പോയി. അതോടെ കുറെ കുട്ടികൾ അവനെ പിടിക്കാനും പോയപ്പോൾ നമ്മുടെ ഫ്യൂച്ചർമാനും ഇംഗ്രിഡും സൂസനും മാത്രം ഇവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകാൻ പറ്റി. ഇതോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. 117ാമത്തെ തവണ സക്സസ് ആയി എന്ന് വിചാരിച്ച് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയ പൂച്ച. സാധാരണ പൂച്ചകളുടെ രൂപമായിരുന്നില്ല, മൊത്തത്തിൽ വിചിത്ര രൂപമുള്ള പൂച്ച. വലിയൊരു പൂച്ചത്തല, വലിയ കാലുകളൊക്കെയുള്ള വലിയ പൂച്ച. അതിന്റെ കഴുത്തിന്റെ ഭാഗം മുതൽ താഴോട്ട്
താഴോട്ട് ചെറിയ ചെറിയ പൂച്ചകൾ. നമ്മൾ ഈ പ്രോംപ്റ്റ് ഒക്കെ കൊടുത്ത് AI പിക്ചർ ക്രിയേറ്റ് ചെയ്യത്തില്ലേ, നമുക്ക് അത്യാവശ്യം ഒന്ന് നീളം വെപ്പിച്ച് തരാൻ പറയുമ്പോൾ ജിറാഫിന്റെ കൂട്ട് അമ്മാതിരി നീളത്തിലുള്ള പിക്ചർ ക്രിയേറ്റ് ചെയ്ത് തരത്തില്ലേ, അതേ കണക്ക് ഇത് ഒരു പൂച്ചയാണ്, എന്നാൽ മൊത്തത്തിൽ ഒരു AI ക്രിയേറ്റഡിന്റെ സകല പിശകുള്ള പൂച്ച. ഇത് കാണുന്ന AI കൺട്രോളുള്ള കുട്ടികൾ പൂച്ചയുടെ വീഡിയോയും എടുത്ത് നിൽക്കുമ്പോൾ പൂച്ചയാവട്ടെ ഇതിൽ കുറച്ചുപേരെ കടിച്ച് വലിച്ചു കയറി കൊന്നു കളയുന്നുണ്ട്. പിള്ളേരൊന്നും സ്വബോധത്തിലല്ലോ, പേടിക്കാനുള്ള ബോധം പോലും ഇപ്പോൾ ഇവർക്കില്ല.